തൊളിക്കോട് സർക്കാർ LP സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു. സമഗ്ര ശിക്ഷ കേരളയുടെ ആഭിമുഖ്യത്തിൽ സ്റ്റാർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൂളിൽ വർണ്ണക്കൂടാരം പദ്ധതി നടപ്പിലാക്കിയത്. പുനലൂർ MLA PS സുബാൽ വർണ്ണക്കൂടാരം പദ്ധതിയുടെയും പുതുതായി അനുവദിച്ച കമ്പ്യൂട്ടർ ലാബിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു. യഥാർത്ഥ ഉത്സവം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കിരീടമെല്ലാം ധരിച്ച് ബലൂണുകളെല്ലാം കയ്യിലേന്തി അവരൊരു വേറൊരു ലോകത്താണ്. പണ്ടൊക്കെ നമുക്ക് ഈ നഴ്സറി സ്കൂളിൽ അല്ലെങ്കിൽ LP സ്കൂളിൽ വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന അവസരത്തിൽ അല്ലെങ്കിൽ പഠിക്കാൻ വരുന്ന സന്ദർഭത്തിൽ രക്ഷകർത്താക്കൾ വളരെ പ്രയാസപ്പെട്ടാണ് അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. കാരണം അതുവരെ വീടിന്റെ ഒരു അന്തരീക്ഷത്തിൽ അച്ഛനും അമ്മയുമായിട്ട് ചേർന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പെട്ടെന്നൊരു അനുഭവമാണ്, വേറൊരു അനുഭവമാണ് വിദ്യാർത്ഥിയിലേക്ക് പഠിക്കാൻ പോകുന്നത്. അതുമായി പൊരുത്തപ്പെടാൻ അവർക്ക് വലിയ പ്രയാസം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു വലിയൊരു കാര്യമാണ് കരഞ്ഞും നിലവിളിച്ചുമൊക്കെയാണ് വിദ്യാർത്ഥികൾ കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്നിപ്പോൾ നമ്മുടെ പ്രീ പ്രൈമറി വിദ്യാലയത്തിലേക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുവരുമ്പോൾ പഴയതുപോലെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നില്ല. കാരണം ഇവിടെ വരുമ്പോൾ അവരെ
വീട്ടിൽ അവർക്ക് ഉള്ളതിനേക്കാൾ സന്തോഷത്തോടെ നമ്മുടെ വിദ്യാലയത്തിൽ സ്വീകരിക്കുക, വേറെ ലോകത്തേക്ക് അവർ കടന്നു വരികയാണ്. ഒരുപക്ഷെ ഈ സ്കൂളിൽ ഒരു നല്ല അനുഭവമായി ഈ സ്കൂൾ അവർക്ക് മാറുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അവര് പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ പകർന്നു നൽകുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഫലം ഒരുക്കുകയും ഇവിടെ ഇപ്പോൾ ഈ വന്നക്കൂടാരം എന്ന തരത്തിൽ പ്രീ പ്രൈമറി വിദ്യാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഘടിപ്പിച്ചിട്ടുള്ള ഈ സംവിധാനങ്ങൾ നിരവധി ഇടങ്ങളാണ് അവിടെ ഒരുക്കിയിട്ടുള്ളത്. അവിടെ വരയിടമുണ്ട്, ശാസ്ത്ര ഇടമുണ്ട്, അതുപോലെ തന്നെ അഭിനയ ഇടമുണ്ട്. അതായത് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളാണ്. എല്ലാവരും പഠനത്തിൽ ഒരുപോലെ ആയിരിക്കില്ല, വ്യത്യസ്തമായ രീതിയിലായിരിക്കും. എന്നാൽ ഓരോ വിദ്യാർത്ഥിക്കും ഓരോ കഴിവുണ്ട്. ചിലർ നല്ലതുപോലെ പാട്ട് പാടുന്നവരായിരിക്കും, നല്ലതുപോലെ ഓടുന്നവരായിരിക്കും, അല്ലെങ്കിൽ നല്ലതുപോലെ വരയ്ക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ശാസ്ത്ര ആഭിമുഖ്യമുള്ളവരായിരിക്കും. അപ്പൊ അവർക്ക് അവരുടെ അഭിരുചികൾ മനസ്സിലാക്കി അത് വളർത്തിക്കൊണ്ട് വരാൻ കഴിയുന്ന ഏറ്റവും നല്ല ഒരു സംവിധാനമാണ് നമ്മുടെ ഈ വർണ്ണക്കൂടാരം എന്നുള്ള തരത്തിൽ. നഗരസഭ ഉപാധ്യക്ഷൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സാറിന്റെ കൂടെയുള്ള അധ്യാപകരും അധ്യാപകരും ചേർന്ന് സ്കൂളിലെ ഇത്തരത്തിലുള്ള നിലവാരത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത് അതിൽ മുനിസിപ്പാലിറ്റിക്ക് അതിയായ സന്തോഷവും അതുപോലെ തന്നെ അഭിമാനവുമാണ്. നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ കുരുത്തൂർ സ്കൂളിൽ നടക്കുന്നത്. ഇതുപോലെ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള പ്രീ സ്കൂൾ വർണ്ണക്കൂടാരം എന്ന ചടങ്ങിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾക്കപ്പുറം പുതിയതായി കുഞ്ഞുങ്ങൾക്ക് കളിക്കുന്നതിനും മറ്റുമായി എല്ലാ നമ്മുടെ ഘടക സ്ഥാപനങ്ങളുടെ സ്കൂളുകളിലും അതോടൊപ്പം എയ്ഡഡ് സ്കൂളുകളിലും നമ്മൾ സ്കൂൾ കിറ്റ്, സ്പോർട്സ് കിറ്റിലൂടെ നൽകുന്ന ഒരു സന്തോഷ വാർത്ത നമ്മൾ ഈ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്. വരുന്ന ജനുവരി മാസത്തോടുകൂടി അല്ലെങ്കിൽ ഈ വർഷ അവസാനം തന്നെ, ഈ അധ്യയന വർഷ അവസാനം തന്നെ കുഞ്ഞുങ്ങൾക്ക് സ്പോർട്സ് കിറ്റിലൂടെ നൽകാൻ ഞങ്ങൾ മുനിസിപ്പാലിറ്റി തീരുമാനമെടുത്തിട്ടുണ്ട്. എല്ലാവരും ചേർന്ന് അതുപോലെ നിരവധിയായിട്ടുള്ള സഹകരണം മുനിസിപ്പാലിറ്റി ഭാഗത്ത് ഉണ്ടാകുന്നതാണ് പറയുന്നത്. SSK ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ സജീവ് തോമസ് പദ്ധതി വിശദീകരിച്ചു. നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കനകമ്മ അക്കാദമിക മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു. കൺവീനർ സിനികുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുനലൂർ AO അജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭ പ്രതിപക്ഷ നേതാവ് G ജയപ്രകാശ്, വാർഡ് കൗൺസിലർ അഖില സുധാകരൻ, K രാജശേഖരൻ, ബിബിൻ, സുദേവൻ, രാജേഷ്, രഞ്ജിനി, സോമൻപിള്ള, സന്തോഷ്, ഹരി, രാജീവ് ഷാജി, സാം, KG എബ്രഹാം, ബീന എന്നിവർ സംസാരിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.